ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഡിസംബറിലെ ശ്രദ്ധേയമായ 7 ക്രിപ്റ്റോ കറൻസികൾ. 2024 ഡിസംബർ മാസത്തിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ശ്രദ്ധേയമാകാൻ സാധ്യതയുള്ള 7 ക്രിപ്റ്റോ കറൻസികളെ നമുക്ക് പരിശോധിക്കാം. റെക്സസ് ഫിനാൻസ്. എഥറിയം ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു ഡെഫി പ്ലാറ്റ്ഫോമാണ് റെക്സസ് ഫിനാൻസ്. ഉയർന്ന വരുമാനം നൽകുന്ന സ്റ്റേക്കിംഗ്, ലോൺ, ലിക്വിഡിറ്റി മൈനിംഗ് തുടങ്ങിയ സേവനങ്ങൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു. 2024 ഡിസംബറിൽ പുതിയ സവിശേഷതകളും പങ്കാളിത്തങ്ങളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ടോൺകോയിൻ. ടെലിഗ്രാമിന്റെ സ്വന്തം ബ്ലോക്ക് ചെയിനായ ടോൺ നെറ്റ്വർക്കിന്റെ നേറ്റീവ് ക്രിപ്റ്റോ കറൻസിയാണ് ടോൺകോയിൻ. വേഗത്തിലുള്ള ഇടപാടുകൾ, കുറഞ്ഞ ഫീസുകൾ, ടെലിഗ്രാമുമായുള്ള സംയോജനം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. ടെലിഗ്രാമിന്റെ വളർച്ചയും പുതിയ അപ്ഡേറ്റുകളും ടോൺകോയിന്റെ മൂല്യത്തെ സ്വാധീനിക്കും. XRP. അതിർത്തി കടന്നുള്ള പേയ്മെന്റുകൾക്കായി രൂപകൽപ്പന ചെയ്ത ക്രിപ്റ്റോ കറൻസിയാണ് XRP. വേഗത്തിലുള്ള ഇടപാടുകൾ, കുറഞ്ഞ ഫീസുകൾ, ബാങ്കുകളുമായുള്ള പങ്കാളിത്തങ്ങൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. ക്രിപ്റ്റോ നിയന്ത്രണത്തെക്കുറിച്ചുള്ള വികസനങ്ങൾ XRPയുടെ മൂല്യത്തെ സ്വാധീനിക്കും. ട്രോണ്. ഡിജിറ്റൽ ഉള്ളടക്കം പങ്കിടുന്നതിനും ഉപഭോക്തൃനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമാണ് ട്രോണ്. ട്രോണിന്റെ വികസനം, പുതിയ DAppകളുടെ വരവ്, കൂടാതെ ടെലിഗ്രാമുമായുള്ള സാധ്യമായ പങ്കാളിത്തം എന്നിവ ശ്രദ്ധേയമാണ്. ഡോജികോയിൻ. മീം കറൻസിയായി ആരംഭിച്ച ക്രിപ്റ്റോ കറൻസിയാണ് ഡോജികോയിൻ. വലിയ ആരാധക സമൂഹം, വ്യാപകമായ സ്വീകാര്യത എന്നിവയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. ഡോജികോയിന്റെ മൂല്യം പ്രധാനമായും സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകളും ഇലോൺ മസ്കിന്റെ ട്വീറ്റുകളും പോലുള്ള ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു. കാർഡാനോ. ഗവേഷണ അധിഷ്ഠിത വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമാണ് കാർഡാനോ. ശക്തമായ സുരക്ഷ, സ്കെയിലബിലിറ്റി, പരിസ്ഥിതി സൗഹൃദം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. കാർഡാനോയുടെ പുതിയ അപ്ഡേറ്റുകളും വികസനങ്ങളും അതിന്റെ മൂല്യത്തെ സ്വാധീനിക്കും. പോളിഗൺ. എഥറിയം ബ്ലോക്ക് ചെയിനിൽ നിർമ്മിച്ച ലെയർ 2 സ്കെയിലിംഗ് സൊല്യൂഷനാണ് പോളിഗൺ. വേഗത്തിലുള്ള ഇടപാടുകൾ, കുറഞ്ഞ ഫീസുകൾ, എഥറിയം പരിസ്ഥിതിയിലേക്കുള്ള പ്രവേശനം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ. എഥറിയം നെറ്റ്വർക്കിലെ വികസനങ്ങളും പോളിഗണിന്റെ സ്വന്തം പദ്ധതികളും അതിന്റെ മൂല്യത്തെ സ്വാധീനിക്കും. ഇന്ത്യയിലെ ക്രിപ്റ്റോ നികുതി. ക്രിപ്റ്റോ കറൻസിയിൽ നിന്നുള്ള വരുമാനത്തെ 30% നികുതി നിരക്കിൽ വരുമാനമായി കണക്കാക്കുന്നു. ക്രിപ്റ്റോ കറൻസി ഇടപാടുകളിൽ നിന്ന് 1% TDS ഈടാക്കണം. ക്രിപ്റ്റോ വരുമാനമുള്ള എല്ലാവരും അത് ആദായ നികുതി റിട്ടേണിൽ പ്രഖ്യാപിക്കണം. നിക്ഷേപിക്കുന്നതിനു മുമ്പ്. ക്രിപ്റ്റോ കറൻസികൾ വളരെ വോളറ്റൈലാണ്. നിക്ഷേപ ലക്ഷ്യങ്ങളും അപകടസാധ്യത സഹിഷ്ണുതയും പരിഗണിക്കുക. വിദഗ്ധ ഉപദേശം തേടുക. നികുതി പ്രത്യാഘാതങ്ങളും നിയമപരമായ അപകടസാധ്യതകളും പരിഗണിക്കുക. ഓർമ്മിക്കുക, ക്രിപ്റ്റോ കറൻസികൾ ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അതിന്റെ ഭാവി അനിശ്ചിതമാണ്. നിങ്ങളുടേതായ രീതിയിൽ ഗവേഷണം നടത്തുക, ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോയിലെ വിവരങ്ങൾ വിദ്യാഭ്യാസപരവും വിവരണാത്മകവുമായ ഉദ്ദേശ്യങ്ങൾക്ക് മാത്രമാണ്. ഇത് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക ഉപദേശമല്ല. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേക ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വന്തം ഗവേഷണം നടത്തുകയും നിങ്ങളുടെ സാമ്പത്തിക ആസൂത്രണത്തിനായി ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.